23 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് ബി ഇൻ വാണ്ട്. ദൈവം എൻ്റെ ഇടയനായി, ഒറ്റവാക്കിൽ കർത്താവ് എൻ്റെ ഇടയനാണെങ്കിൽ എൻ്റെ ആവശ്യങ്ങളെല്ലാം അവൻ നിറവേറ്റിത്തരും. എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ആവശ്യങ്ങൾ, നീഡ്സ് ആൻഡ് വാണ്ട്സ് ഒത്തിരി വലുതാണ്. എന്നാൽ ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങൾ നന്നായിട്ട് അറിയാം. നമ്മൾ തന്നെ നമ്മളോട് പറയണം, കർത്താവിൻ്റെ ഇടയനാണ്, അവൻ എനിക്ക് വേണ്ടി കരുതും. ഈ ലോകത്തിലെ ഒരു ആടുകൾക്ക് വേണ്ടി ഇടയൻ കരുതുന്നതിനേക്കാളും എത്ര അത്ഭുതകരമായി ദൈവം നമുക്ക് വേണ്ടി കരുതും. കാരണം നാം അവൻ്റെ മക്കളാണ്, പ്രിയ മക്കളാണ്. അതുകൊണ്ട് തന്നെ പറയണം, എനിക്ക് വേണ്ടി കരുതാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. അപ്പോൾ ഈ വാക്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടിയ കാര്യം നമ്മുടെ ആരോഗ്യമാണ്. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആഹാരം പോലും നമുക്ക് കഴിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളതാണ് നമ്മുടെ ആഹാരവും നമ്മുടെ ആരോഗ്യവും. നമുക്ക് കയറി കിടക്കാനൊരു വീടും സുരക്ഷിതത്വമാണ്. ഒപ്പം തന്നെ നമുക്കുള്ള നല്ല സ്നേഹിതരും ബന്ധങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യമാണ്. ഇതെല്ലാം നമുക്ക് നൽകിത്തരാൻ കഴിയുന്നൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. അപ്പം നമ്മുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും അതിനെ മാറ്റാൻ, അതിനുവേണ്ടി പരിഹാരം തരാൻ കർത്താവിന് കഴിയും. ഈ ഖാനാവിലെ കല്യാണത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു ചെയ്ത ആദ്യ അത്ഭുതമാണ്. അവിടെ ഒരു വാക്യം എടുത്തു പറയുന്നുണ്ട്, ഖാനാവിലൊരു കല്യാണം ഉണ്ടായിരുന്നു, അവിടെ യേശുവിനെയും ക്ഷണിച്ചിരുന്നു. നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ ആവശ്യങ്ങളും ഒക്കെ അറിയുന്നൊരു കർത്താവുണ്ട്. കർത്താവിനെ കൂടെ നമ്മൾ ക്ഷണിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ വീട്ടിലെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ് കർത്താവ്. കർത്താവിനാണ് സ്ഥാനം കൊടുക്കുന്നത്. നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ കർത്താവിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അവൻ നിറവേറ്റിത്തരും. ഒരു മനുഷ്യൻ യേശുവിന് തൻ്റെ വീടിനകത്ത് സ്ഥാനം കൊടുത്തു. തൻ്റെ വലിയ മണിമാളികയിൽ യേശുവിന് വേണ്ടി ഒരു മുറി ഉണ്ടാക്കി പറഞ്ഞ്, യേശുവേ നിനക്കാണ് ഈ മുറി, നീ ഇവിടെ വസിച്ചോണം. അടുത്ത ദിവസങ്ങളിൽ വലിയ പ്രശ്നമുണ്ടായി, വലിയ ബുദ്ധിമുട്ടുകൾ. രാത്രി തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. താൻ ഓടി വന്ന് യേശുവിന് പറഞ്ഞു, യേശുവിനെ ഞാൻ ഈ റൂമിലാക്കിയേക്കുമല്ലേ, പിന്നെ എനിക്കെന്തുകൊണ്ട് ഈ പ്രശ്നമുണ്ടായത്? യേശു പറഞ്ഞു, നീ എന്നെ ഈ റൂമിൽ ഏൽപ്പിച്ചു, ഞാൻ ഈ റൂമിൻ്റെ കാര്യം നോക്കുന്നുണ്ട്. അപ്പോഴാണ് ബോധ്യമാണ്. അവൻ പറഞ്ഞു, കർത്താവ് ഒരു കാര്യം ചെയ്യും, അങ്ങനെയാണെങ്കിൽ എൻ്റെ റൂമിൻ്റെ കാര്യം കൂടെ നീ നോക്കണം, നാളെ തൊട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയണം. കർത്താവ് പറഞ്ഞു, ശരി. പിറ്റേ ദിവസം അവൻ സ്വസ്ഥമായിട്ട് ഉറങ്ങി. അടുത്ത മുറിയിൽ പിള്ളേർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. എന്തോ പിശാച് വന്ന് ബുദ്ധിമുട്ടിക്കുന്ന പോലൊരു തോന്നൽ. താൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്നലെ ഉറങ്ങിയില്ല. കർത്താവ് പറഞ്ഞു, ഇന്നലെ നീ നിൻ്റെ വീടിൻ്റെ കാര്യം, നിൻ്റെ മുറിയുടെ കാര്യം എന്നെ ഏൽപ്പിച്ചു, ഞാനത് നോക്കി, കുഞ്ഞുങ്ങളുടെ കാര്യം എന്നെ ഏൽപ്പിച്ചില്ലല്ലോ. അദ്ദേഹം പറഞ്ഞില്ല, കർത്താവ് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കും. കർത്താവ് പറഞ്ഞു, ശരി. പിന്നീടും തിരിച്ചറിവുണ്ടായി, ഈ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രം ഏൽപ്പിച്ചാൽ സാധ്യമാകില്ല. കർത്താവ് ഈ വീട് മുഴുവൻ അങ്ങയുടേതാണ്, ഞാൻ മുഴുവൻ അങ്ങയുടേതാണ്, എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്. അങ്ങനെ ജീവിതത്തെ മുൻപോട്ട് നയിക്കണം. വാഹനങ്ങൾ നമ്മൾ ഓടിക്കുമ്പോഴും നമ്മുടെ വണ്ടിയുടെ നിയന്ത്രണം നമ്മൾ ഏറ്റെടുക്കുമ്പോഴും കർത്താവിനോട് വേണം, കർത്താവേ എന്നിലൂടെ നീയാണ് ഈ വാഹനത്തെ ഓടിക്കേണ്ടത്. ഞാൻ മാത്രമാണെങ്കിൽ ജീവിതം തുഴഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. കർത്താവ് എനിക്ക് വേണ്ടി എൻ്റെ പടകിൽ കാണുന്നു. കാറ്റ് കടലെ ശാന്തമാകുകയെന്ന് പറയാൻ കർത്താവ് നമ്മുടെ പടകിലുണ്ട്. അവനെ നമ്മൾ വിളിച്ചുണർത്തണം, അവനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയണം. അപ്പം നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ഒരു നല്ല ഇടയൻ നമ്മുടെ ആവശ്യങ്ങൾ അറിയും, നമുക്ക് വേണ്ടി കരുതും. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. നമ്മൾ തന്നെ വീണ്ടും അത് റിപ്പീറ്റഡ്ലി ഒന്ന് പറഞ്ഞു നോക്കി, കർത്താവിൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. എൻ്റെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെല്ലാം വഴിമാറും. എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകത്തില്ല. ഇനിയും ഉണ്ടായാലും അതിൻ്റെ മധ്യത്തിലും എൻ്റെ കർത്താവിൻ്റെ കരം ഇറങ്ങി വരും. എനിക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇനിയും ഉണ്ടായാലും ഏലിയാവിന് കാക്കയെ കൊണ്ട് അപ്പം കൊടുത്ത ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരും. അതാണ് വിശ്വാസത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. എനിക്ക് രോഗം ഉണ്ടാകത്തില്ല. ഉണ്ടായാലും രോഗശീലിൽ കരം പിടിക്കുന്ന, സൗഖ്യം നൽകുന്ന, അടിപ്പിണരാൽ സൗഖ്യം തരാൻ കഴിയുന്ന വാഗ്ദത്തം നൽകിയ കർത്താവിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് അവനാണ് എൻ്റെ രോഗശാന്തി നൽകുന്നത്. ആ വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാകട്ടെ. പ്രശ്നമില്ലെന്നോ രോഗമില്ലെന്നോ ബുദ്ധിമുട്ടില്ലെന്നോ കടഭാരം വരുത്തില്ലെന്നോ ഒന്നുമല്ല. ഇതെല്ലാം വരുമ്പോഴും ഇതിൻ്റെ മധ്യത്തിലും എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ടെന്നുള്ള ആ ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് നിറയുമ്പോൾ നമ്മൾ വീണ്ടും എടുത്തു പറയും, കർത്താവിൻ്റെ ഇടയനാണ്, അവൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊന്നിനും കുറവില്ല. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളുടെ തലമുറകൾക്ക്, നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടി കരുതാൻ കഴിയുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട് വീണ്ടും പറയണം, അവൻ എൻ്റെ കർത്താവ്, അവൻ എൻ്റെ ഇടയനാണ്, അവൻ എനിക്ക് വേണ്ടി കരുതും. ദൈവം നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് ചേർന്ന് ഞാൻ